ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് USS എക്സാമിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 7ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എക്സാമിന് ഈ വീഡിയോ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടേക്കും. സോ എല്ലാവരും ഇപ്പോൾ തന്നെ USS ക്ലാസ്സുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഞാനിങ്ങനെ സാവകാശം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ആദ്യത്തെ പാർട്ടിലേക്ക് വരാം. ഓക്കെ, ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് ഐ വിഷ് കൊണ്ടുള്ള രൂപമാണ്. ഐ വിഷ് ഒരു സെൻറ്റൻസിൽ വന്നാൽ അവിടെയുള്ള മാറ്റമാണ്. ഐ വിഷ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് റിഗ്രറ്റ്. നമ്മുടെ മനസ്സിലുള്ളൊരു ഖേദം പ്രകടിപ്പിക്കുവാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും അൺറിയൽ തിങ്സ് ആയിരിക്കും, ഇമ്പോസിബിൾ ആയിട്ടുള്ള തിങ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ആഗ്രഹിക്കണം ഐ വിഷ് ഐ വേർ എ ബേർഡ്. ഞാനൊരു പക്ഷി ആയിരുന്നുവെങ്കിൽ. ഒരിക്കലും നമ്മൾ പക്ഷിയാവില്ല അല്ലേ? എന്നാൽ നമ്മൾ അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്നൊരു ഖേദം പ്രകടിപ്പിക്കില്ല. എനിക്കൊരു കാർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ഞാൻ തരാം, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഐ വിഷ് ഐ ഡാഷ് വിങ്സ്. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ഹാവ്, ഹാസ്, ഹാഡ്, വേർ. ഇതിൽ ഏതായിരിക്കും എനിക്ക് വിങ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐ വിഷ് വന്നാൽ ആ സെൻറ്റൻസിൽ പിന്നീട് വരിക വേർബിൻ്റെ രണ്ടാമത്തെ ഫോം ആയിരിക്കും. V1 V2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹെൽപ്പ് എന്നുള്ളതിൻ്റെ V2 ഫോം ഹെൽപ്ഡ്, തിങ്ക് എന്നുള്ളതിൻ്റെ V2 ഫോം തോട്ട്. അതുപോലെ നമ്മൾ ഏതൊരു വേർബ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ രണ്ടാമത്തെ ഫോം ഏതാണെന്ന് നോക്കുക. അതാണ് പാസ്റ്റ് ടെൻസ് അല്ലേ? കഴിഞ്ഞു പോയ കാലത്ത് സംഭവിക്കുന്ന ക്രിയകളാണ് പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഐ വിഷ് വരുമ്പോൾ ഒറ്റയടിക്ക് നിങ്ങളുടെ മനസ്സിൽ നിൽക്കേണ്ടത് പിന്നെ വരുന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോം ആയിരിക്കും, അതായത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഐ വിഷ് ഐ ഹാഡ് വിങ്സ്. ഇവിടെ ഹാഡ് ആണ് ഉള്ളത്, അതുകൊണ്ട് ഹാഡ് ചേർത്ത്. എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആയിരുന്നുവെങ്കിൽ. ഐ വേറെ വിങ്സ്, ഞാനൊരു ചിറകുകളായിരുന്നുവെങ്കിൽ പറയില്ലല്ലേ? എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ. ഉണ്ട് എന്നുള്ളതാണ് ഹാവ്, ഹാസ്, ഹാഡിനൊക്കെ വരിക. അപ്പോൾ ഇവിടെ ഐ വിഷ് ഐ ഹാഡ് വിങ്സ്. ഇനിയോ അടുത്തതോ, ഐ വിഷ് ഐ വേർ എ ബേർഡ്. ഞാനൊരു ബേർഡ് ആയിരുന്നുവെങ്കിൽ. ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. വേർ ഉണ്ട്, വാസ് ഉണ്ട്, ആം ഉണ്ട്, ഈസ് ഉണ്ട്. ആമും ഈസൊക്കെ പ്രസന്റ് ടെൻസ് ആണ്. ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ഐ വിഷ് ഐ വേർ എ ബേർഡ് എന്നാണ്. ദെൻ നമുക്ക് അടുത്തതോ, ഐ വിഷ് ഐ ഡാഷ് ആം ഫ്ലൈയിങ് ടു ദ മൂൺ. മൂണിലേക്ക് പറക്കുകയാണ്. കുഡ് ഫ്ലൈ ടു ദ മൂൺ, വിൽ ഫ്ലൈ ടു ദ മൂൺ, വാസ് ഫ്ലൈയിങ് ടു ദ മൂൺ. ഇവിടെ ഏതാണ് പാസ്റ്റ് ടെൻസിലുള്ളത്? യെസ്, കുഡ് ആണ് അല്ലേ? ക്യാനിൻ്റെ പാസ്റ്റ് ആണ് കുഡ്. സോ പാസ്റ്റ് ടെൻസായ കുഡ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ഐ വിഷ് ഐ കുഡ് ഫ്ലൈ ടു ദ മൂൺ. ഇനി അടുത്തതോ, ഐ വിഷ് ഐ ഡാഷ് എ ബൈസിക്കിൾ. എന്താണ് ഇവിടെ പറയുന്നത്? ഹാവ് ഉണ്ട്, വാസ് ഉണ്ട്, ഹാഡ് ഉണ്ട്, വേറുണ്ട്. നമ്മൾ എന്തായാലും ബൈസിക്കിൾ ആവാൻ ആഗ്രഹിക്കില്ല അല്ലേ? നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുക. അപ്പോൾ ഉണ്ടാവുക എന്നുള്ളത് ഹാഡിലാണ് വരിക. ഹാവും ഹാഡും ആണ്. അതിൽ പാസ്റ്റ് ഏതാ? ഹാവിൻ്റെ പാസ്റ്റ് ആണ് ഹാഡ്. അപ്പോൾ ഉത്തരം ഐ വിഷ് ഐ ഹാഡ് എ ബൈസിക്കിൾ. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഐ വിഷ് ഐ ഡാഷ് ഹിസ് ഫോൺ നമ്പർ. ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ അടുക്കൽ അവൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അവൻ്റെ നമ്പർ അറിയുമായിരുന്നുവെങ്കിൽ. ഇവിടെ നോക്കുക, ഇവിടെ ഏതാണ് പാസ്റ്റ് ടെൻസ് ഉള്ളത്? നോ, ക്യാൻ നോ, വിൽ നോ, ന്യൂ. ഏതാണ്? അതെ, നോ എന്നുള്ളതിൻ്റെ സെക്കൻഡ് ഫോമാണ് ന്യൂ. ഐ വിഷ് ഐ ന്യൂ ഹിസ് ഫോൺ നമ്പർ. അപ്പോൾ ഡിയർ ചിൽഡ്രൻ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഐ വിഷ് ഒരു സെൻറ്റൻസിൽ വന്നാൽ പിന്നെ വരുന്നത് വേർബിൻ്റെ രണ്ടാമത്തെ ഫോം ആയിരിക്കും, അതായത് V2 ഫോം ആയിരിക്കും, പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഇത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ എടുക്കുവാൻ പോകുന്നത് കണ്ടീഷണൽ സെൻറ്റൻസിനെ കുറിച്ചിട്ടാണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥ അല്ല, ഒരു ഉപാധി വെക്കുക. ഫോർ എക്സാമ്പിൾ, നീ എക്സാം എഴുതുകയാണെങ്കിൽ നിനക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും. നീ നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ നിനക്ക് ജയിക്കാൻ പറ്റും എന്നൊക്കെ പറയാറില്ലേ? കണ്ടീഷണൽ സെന്റൻസ് നമ്മൾ പൊതുവെ 3 രൂപത്തിൽ പറയാറുണ്ട്. ആ 3 മാറ്റങ്ങളിൽ ആദ്യത്തേത്, നമ്മൾ ഈ കാര്യം ചെയ്താൽ നമുക്കത് ലഭിക്കും, അതായത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇനി രണ്ടാമത്തേത്, നമ്മൾ ശ്രമിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ്. നീ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നിനക്കത് കിട്ടുമായിരിക്കും. അതായത് ഇഫ് യു സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ യു വുഡ് പാസ്, നീ ജയിക്കുമായിരിക്കും.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്, അത് ഭാവിയിൽ ഇനി നീ അങ്ങനെ ചെയ്താൽ നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് പറയാണ്. ഇനി മൂന്നാമത്തേതോ, മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തിരുന്നുവെങ്കിൽ ഉദ്ദേശിച്ച ഫലം കിട്ടിയേനെ, എന്നാൽ ഇനിയൊട്ട് ചെയ്യാനും പറ്റില്ല. ആ രൂപത്തിൽ, അതായത് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ യു വുഡ് ഹാവ് പാസ്ഡ്, നീ ജയിക്കുമായിരുന്നേനെ. പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ജയിച്ചിട്ടില്ല. ഇനി ആ എക്സാം എഴുതി ജയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ചാൻസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെൻറ്റൻസ് കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, എങ്ങനെ ഇത് കറക്റ്റ് ആക്കാൻ പറ്റും എന്നാണ് ഇന്ന് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. ഈ 3 രൂപങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് വൺ നമ്മൾ നോക്കുക, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ ഇഫ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വേർബ് ഏതാണെന്ന് നോക്കുക. സ്റ്റഡി എന്നാണ്. സ്റ്റഡി എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്, അതായത് V1 ആണ് അല്ലേ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ വില്ലോ, ഷാളോ, ക്യാനോ, മേയോ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ എന്താ, യു വിൽ പാസ് എന്നാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇനി രണ്ടാമത്തേത് നോക്കിയാലോ, ഇഫ് യു സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ യു വുഡ് പാസ്, നീ ജയിച്ചേനെ. എന്നാലോ ഇനി ഭാവിയിൽ ജയിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇനി ഒന്നുകൂടെ പഠിക്കുക, അപ്പം എനിക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു ഉദ്ദേശമാണ്. സോ ഇവിടെയുള്ള വേർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ് അല്ലേ, V2 ഫോമാണ്. സ്റ്റഡീഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ വരുന്ന സെൻറ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയുള്ള വേർബ് നോക്കുക. വുഡ് എന്നുള്ള വേർബാണുള്ളത്, അത് വില്ലിൻ്റെ പാസ്റ്റ് ആണ് അല്ലേ. ഇനി ക്യാൻ ആണെങ്കിൽ അതിൻ്റെ പാസ്റ്റായ കുഡ് വരും, അല്ലെങ്കിൽ ഷോളിൻ്റെ പാസ്റ്റായ ഷുഡ് വരും, മേയുടെ പാസ്റ്റായ മൈറ്റ് വരും. അപ്പോൾ ഒന്നുകിൽ കുഡ്, ഷുഡ്, മൈറ്റ്, വുഡ് ഇവയെല്ലാം രണ്ടാമത്തെ സെൻറ്റൻസിൽ ഉണ്ടായിരിക്കുക. ഇനി മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണ് ഇതിനെ നമ്മൾ ഗ്രാമറിൽ പറയുക. അതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട. ഹാഡ് എന്നുള്ളൊരു കാര്യം വന്നാൽ അവിടെ എന്ത് ചെയ്യണം, ആദ്യത്തേതിൽ ഹാഡ് സ്റ്റഡീഡ് എന്നാണെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ വുഡ് ഹാവ് ആയിരിക്കും, അല്ലെങ്കിൽ ഷുഡ് ഹാവ് ആയിരിക്കും, അല്ലെങ്കിൽ കുഡ് ഹാവ് ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യം മൈറ്റ് ഹാവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തേതിൽ സ്റ്റഡി ആണെങ്കിൽ ആ സെൻറ്റൻസിൽ തന്നെ രണ്ടാമത് വരുന്ന വേർബ് എന്തായിരിക്കും, വില്ലോ, അല്ലെങ്കിൽ ക്യാനോ, ഷോളോ, മേയോ ആയിരിക്കും. രണ്ടാമത്തേതിൽ സ്റ്റഡീഡ്, അതായത് വേർബിൻ്റെ രണ്ടാമത്തെ ഫോം പാസ്റ്റ് ടെൻസ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സെൻറ്റൻസിൽ എന്തായിരിക്കും, വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ ആയിരിക്കും. ഇനി മൂന്നാമത്തേതിൽ ഹാഡ് സ്റ്റഡീഡ് എന്നുള്ളത്, അതായത് ഹാഡ് വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ എന്താണ്, ഈ രണ്ടാമത്തെ സെൻറ്റൻസിൽ വുഡ് ഹാവോ, ഷുഡ് ഹാവോ, കുഡ് ഹാവോ ഒക്കെ ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഹാഡ്, ഹാവ്, ഹാസ് ഇതൊക്കെ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവയുടെ കൂടെ ഏത് വേർബ് വന്നാലും വേർബിൻ്റെ മൂന്നാമത്തെ ഫോമായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഹാഡ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡി എന്ന് പറയില്ല, സ്റ്റഡീഡ് എന്ന് പറയും. അതായത് സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്, V1, V2, V3 എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റ് എന്നുള്ളത് V1, റോട്ട് എന്നുള്ളത് V2, റിട്ടൺ എന്നുള്ളത് V3. അതുപോലെ സ്റ്റഡിയുടെ V3 ഫോമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഹാവും, ഹാസും, ഹാഡും വന്നാൽ അവിടെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമായിരിക്കും. അപ്പോൾ ഹാഡ് സ്റ്റഡീഡ് എന്നുള്ളത് ഒരു സെൻറ്റൻസിൽ ഇഫ് വെച്ചിട്ട് കണ്ടാൽ നിങ്ങൾ അടുത്ത സെൻറ്റൻസിൽ വുഡ് ഹാവോ, ഷുഡ് ഹാവോ, കുഡ് ഹാവോ, മൈറ്റ് ഹാവോ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരുന്നൊരു മോഡലായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ തരാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺസ് ആണ്. നമ്മൾ നൗണുകളുടെ കൂട്ടങ്ങൾക്ക്, നമ്മുടെ മുന്നിൽ ഒരു കൂട്ടം താക്കോലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ, എ ഗ്രൂപ്പ് ഓഫ് കീസ് എന്ന് പറയോ? ഇല്ല. ഈ കീസ് എന്ന് പറയുമ്പോൾ ബെഞ്ച് എന്നാണ് പറയുക, ബെഞ്ച് ഓഫ് കീസ് എന്നാണ് പറയുക. അതായത് ഓരോ നൗണിനും അത് ഒരു കൂട്ടം എന്നുള്ളതിന് നമ്മളൊരു വേർഡ് യൂസ് ചെയ്യും. അതിന് ഓരോന്നിനും പ്രത്യേകിച്ച് ഓരോ വേർഡുകളുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിക്കണം. ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ അത് വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കണക്റ്റ് ചെയ്ത് പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ ബേർഡ്സ് എന്ത് ചെയ്യുക, ഫ്ലൈറ്റ് പോലെ പറക്കുന്നതാണെന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡേഷ് ഓഫ് ബേർഡ്സ് എന്ന് തന്നാൽ ഫ്ലൈറ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് അങ്ങ് വരും. അങ്ങനെയാണ് ഓരോന്നും നിങ്ങൾ കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ ഒരു വേർഡ് ഉണ്ടാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ കുറച്ച് കളക്റ്റീവ് നൗൺസിൻ്റെ എക്സാമ്പിൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് തരുന്നുണ്ട്. എല്ലാവരും ഇരുന്നിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക.
അപ്പോൾ ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് ഉപകാരമുള്ള ക്ലാസ്സുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.